ഈ ഇസ്രയേലും പാലസ്തീനുമുള്ള സംഘർഷം നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലേക്കൊക്കെ കൂടുതൽ രൂക്ഷമായിട്ട് പോവുകയാണ്. ഇപ്പം ജെറുസലേമിൽ തന്നെ ഒരു ബസ്സിനകത്തേക്ക് പലസ്തീൻകാരായ 2 പേർ കയറി നിറയൊഴിച്ചു എന്നുള്ള വാർത്തയും പുറത്തുവരുന്നത്. സത്യത്തിൽ അതൊക്കെ ഞെട്ടിക്കുന്ന ഒരു സംഭവമല്ലേ? അതൊരു വല്ലാത്ത ദശാസന്ധി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. കാരണം ഗാസയിൽ ഏറ്റവും ഒടുവിലത്തെ ഈ അമ്പരച്ചുംബി കെട്ടിടങ്ങൾ തകർത്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇസ്രയേലിൻ്റെ ടാങ്കുകൾ ഏത് നിമിഷവും ഇരച്ച് കയറാം എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ ജെറുസലേമിൽ പലസ്തീൻകാരുടെ ആക്രമണം നടക്കുന്നത്. ഹമാസാണ് ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ 5 യാത്രക്കാർ ഒരു ബസ്സിൻ്റെ അകത്ത് കയറി ഈ യാത്രക്കാരെ മുഴുവൻ 2 പലസ്തീൻകാർ വെടിവെക്കുകയായിരുന്നു. അങ്ങനെ 5 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, 15 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പലരുടെയും നില 7ഓളം ആളുകളുടെ നില ഗുരുതരമാണ്. അപ്പോൾ കൂടുതൽ മരണങ്ങൾ വന്നേക്കാം. ഈ 2 അക്രമികളെയും ഉടനെ തന്നെ ഇസ്രയേൽ സേനയെത്തി വധിച്ചു. അപ്പോൾ ജെറുസലേമിൻ്റെ തൊട്ട് പുറത്ത് റാമോത്ത് ജംഗ്ഷൻ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് ഈ സംഭവം നടന്നത്. ആ ബസ്സിൻ്റെ അകത്ത്, അതായത് ബസ് നമ്പർ 62 62-ാം നമ്പർ ബസ്സിൽ കയറിയിട്ടാണ് യാത്രക്കാർക്ക് നേരെ വെടിവെച്ചത്. അപ്പോൾ ആ സംഭവ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് 4 പേര് കൊല്ലപ്പെട്ടു, യാത്രക്കാർ. 5-ാമത്തെ ആൾ ആശുപത്രിയിലും മരിച്ചു. 7 യാത്രക്കാരുടെ നില ഗുരുതരമാണ്. അപ്പോൾ ദൃക്സാക്ഷി വിവരണങ്ങൾ നോക്കിയാൽ സംഭവ സ്ഥലത്ത്, അതായത് റോഡിലും ഫുട്പാത്തില്ലേ അവിടെയും പാതയോരത്തുമൊക്കെ ബോധമില്ലാതെ പല യാത്രക്കാരും, ബോധമില്ലാത്ത ആളുകൾ കിടപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. തകർന്ന ചില്ലുകൾ പാതയോരത്ത് കാണാമായിരുന്നു. പിന്നെ അവശിഷ്ടങ്ങൾ ഇല്ലേ, കെട്ടിടങ്ങളോ ഒക്കെ കേടുപറ്റിയിട്ടുള്ള അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള 2 പലസ്തീൻകാരാണ് ആക്രമണത്തിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഭീകരർ. അപ്പോൾ ഹമാസ് ആണ് എന്നുള്ളത് വ്യക്തം. നെതന്യാഹു പ്രധാനമന്ത്രി ഉടനെ അടിയന്തര യോഗം വിളിച്ചു കൂട്ടി. പിന്നെ ജെറുസലേമിലേക്ക് കയറുന്ന ഭാഗവും ജെറുസലേമിൽ നിന്ന് വിട്ടുപോകുന്ന, അതായത് എൻട്രി ആൻഡ് എക്സിറ്റ്, ആ ഭാഗങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഭീകരരെ എവിടുന്ന് വന്നു, അവരുടെ കൂടെ വേറെ ആളുകൾ ഉണ്ടായിരിക്കാമല്ലോ, അങ്ങനെ വേറെ ആളുകൾ ഉണ്ടോ എങ്കിൽ അവരെ പിടികൂടാം എന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2023 ഒക്ടോബർ 7-നാണ് ഇസ്രയേലിലേക്ക് ഈ തുരങ്കങ്ങൾ വഴിയൊക്കെ ആ സംഗീത നിശയുടെ സമയത്ത് കയറി കുറേ പേരെ കൊല്ലുകയൊക്കെ ചെയ്തിരുന്നത് അല്ലേ. കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ ഒരാക്രമണം നടന്നു. ഈ ഹമാസുകാർ 2 പലസ്തീനികൾ അന്നും വെസ്റ്റ് ബാങ്കിൽ നിന്ന് ടെൽ അവീവ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് യാത്രക്കാരെ വെടിവെച്ചു. 7 പേര് കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം. അത് കഴിഞ്ഞിട്ടുള്ള ആക്രമണമാണ്, ഭീകരമായ ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ഗാസ നഗരം വീണുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, കൂട്ടിച്ചേർക്കുന്ന ഭാഗമായിട്ട് ഇസ്രയേലിൻ്റെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഗസ സിറ്റി പൂർണ്ണമായിട്ടും കൈയടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇസ്രയേൽ. 75% അവരുടെ കയ്യിലായി. അതുകൊണ്ട് ഇനി അവശേഷിക്കുന്ന ബങ്കറുകൾ, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, അതായത് ഹമാസ് പിടിച്ചെടുത്ത കെട്ടിടങ്ങൾ, ഇതെല്ലാം തീർക്കാനായിട്ട് ശ്രമം നടത്തിയാൽ പിന്നെ ഇനി ഹമാസ് രക്ഷയുണ്ടാവുമോ? രക്ഷയുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ 2ാമത്തെ, ഏറ്റവും വലുത് നേരത്തെ തകർത്താണ്, 2ാമത്തത് 15 നില സൂസി റെസിഡൻഷ്യൽ ടവർ കഴിഞ്ഞ ദിവസം അത് തകർത്തു വ്യോമാക്രമണത്തിൽ. അതിൻ്റെ വീഡിയോ അവിടുത്തെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിങ്ങനെ തകർന്നു വീഴുന്ന കാണാം, പൊടി പടലങ്ങൾ ഉയരുന്നത്, പുക
ഉയരുന്നതും ഒക്കെ കാണാമായിരുന്നു. 24 പേര് കൊല്ലപ്പെടുകയും ചെയ്തു. മിനിഞ്ഞാന്ന് കൊല്ലപ്പെട്ടു. 5 പേര് യൂനിസിന് പടിഞ്ഞാറ് ഈ സഹായമൊക്കെ വിതരണം ചെയ്യുന്ന ആ ഭാഗത്താണ് കൊല്ലപ്പെട്ടത്. ഈ ഇസ്രയേൽ പറഞ്ഞത് ഈ ടവറിൽ നിന്ന് ഇസ്രയേൽ പട്ടാളത്തിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹമാസ്. അത്യാവശ്യം റോക്കറ്റോ മിസൈലോ ഒക്കെ വിടാനോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഈ കെട്ടിടം. അതുകൊണ്ട് തകർത്താണെന്നാണ് പറയുന്നത്. പിന്നെ നഗരവാസികൾ ഈ തെക്ക് ഭാഗത്തേക്ക് മാറണം, മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് മാറണം എന്ന് പറഞ്ഞിട്ട് എല്ലാ ഭാഗത്തും ലഘുലേഖകൾ വിമാനത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ കരസേന ടാങ്കുകൾ ഉടനെ ഇരച്ചു കയറും എന്നുള്ളൊരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. മിക്കവാറും കുടുംബങ്ങൾ പലതവണ മാറിപ്പോയതാണ്. ഇപ്പോൾ പലരും കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഇനിയും മാറാൻ വയ്യാന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പടിഞ്ഞാറൻ പ്രവിശ്യങ്ങളിലാണ് ശനിയാഴ്ച ലഘുലേഖകൾ വിമാനത്തിൽ നിന്ന് താഴേക്ക് ഇട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ടാങ്കുകൾ വരുമ്പോൾ പോകാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപിൻ്റെ അന്ത്യശാസനം വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ബന്ദികളെ മുഴുവൻ വിട്ടുകഴിഞ്ഞാൽ വെടിനിർത്തലിനെ പറ്റി ആലോചിക്കാം. അപ്പോൾ ഈ അവസ്ഥയിലായതുകൊണ്ട് അതേപ്പറ്റി ആലോചിക്കാമെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഗതി. പക്ഷെ ബന്ദികളെക്കാൾ കൂടുതൽ ബന്ദികളായിരുന്നവരുടെ ജഡങ്ങളാണ് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. ഈ ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ ഇപ്പോൾ ഈ ബന്ദികളാക്കിയവരുടെ ബന്ധുക്കളോട് പറയുന്നുണ്ട്, നമ്മളിനി അവരെ വിട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഗസ സിറ്റി പൂർണ്ണമായിട്ട് നമ്മുടെ കൺട്രോളിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറയുന്ന 50 പേരിൽ 10-12 പേരെ ജീവനോടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് സഹകരിക്കണമെന്നാണല്ലോ പറയാതെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഹമാസിന് ഇനിയിപ്പം റഫ പോലെയുള്ള മേഖലകളിലേക്ക്, ഈജിപ്റ്റ് അതിർത്തിയിലേക്കൊക്കെ ഓടി രക്ഷപ്പെടുക, അതുമാത്രമല്ലേ ഓപ്ഷൻ ഉണ്ടാവുകയുള്ളൂ. അതായത് ഹമാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പട്ടാള വിഭാഗമൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ബന്ദികളുമായിട്ടായിരിക്കും ഇനി ഞങ്ങളുടെ യുദ്ധം എന്നാണ് അവർ പറഞ്ഞത്. അത് ഹ്യൂമൻ ഷീൽഡ് വെച്ചിട്ട് ബന്ദികളെ കവചങ്ങളാക്കിയിട്ട് ഇനി പോരാടുന്ന ആ മേഖലകളിൽ സംഘർഷം എന്താണെന്ന് അവരും അറിയട്ടെ. ഇസ്രായേലുകാരായ ബന്ദികളാണല്ലോ ജൂതന്മാര്. ആ ബന്ദികളെയും കൊണ്ട് ഞങ്ങൾ ആ മേഖലകളിൽ വരും. സംഘർഷ മേഖലകളിൽ ബന്ദികളും ഇനി ഉണ്ടാകും. അവരും ഈ സംഘർഷ അവസ്ഥ എന്താണെന്ന് അവരും കാണട്ടെ. ഞങ്ങൾ കഴിയുന്നത്ര അവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കാം എന്നും പറഞ്ഞിരുന്നു. ഭീഷണിയാണല്ലോ അത്. അപ്പോൾ ഇസ്രയേലിൻ്റെ തന്നെ ആക്രമണങ്ങൾ വഴി ബന്ദികൾ കൊല്ലപ്പെടട്ടെ എന്നൊരു ചിന്തയില്ലേ അതിൻ്റെ പിന്നിലുണ്ട് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഹമാസ് നന്നായിട്ടൊന്നുമില്ലെന്നർത്ഥം. ജിഹാദാണല്ലോ നടത്തുന്നത്. അതെ അതെ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇനി ഹമാസിനെ സംബന്ധിച്ച് വേറെ രക്ഷയൊന്നുമില്ല. ഇപ്പം ഈ ഹൂത്തികൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തി, എയർപോർട്ടിന് നേരെ ഒരു ആക്രമണം നടത്തി. അപ്പോൾ അവശേഷിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണം ഉണ്ടായാൽ ഇപ്പോൾ ഹമാസിനെ ഇനി പിന്നെ തുരത്തുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യത്തിന് ഞങ്ങൾ പിന്നോട്ട് മാറില്ല, ഞങ്ങളെ ഒരടി അടിച്ചാൽ ആ കൈ ഞങ്ങൾ വെട്ടുമെന്ന് ഇസ്രായേൽ ക്യാറ്റ്സ് പറയുന്നു. ഇതെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ ഇനി ഹമാസ് ബന്ദികളെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുക, ഇതല്ലേ ഒരു വിഷയമല്ലാതായി കഴിഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ബെൻഗവീർ തീവ്ര വലതുപക്ഷ പാർട്ടിയിലുള്ള ആളാണ്. അതെ. ബെൻഗവീർ ഈ വർഷം ആദ്യമൊക്കെ രാജിവെച്ച് പോയ ആളാണ്. രാജിവെച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഹമാസിൻ്റെ കൂടെ നെതന്യാഹുവിനോട് പറഞ്ഞ എങ്ങനെയാണ്, നിങ്ങൾ വെടിനിർത്തൽ ആലോചിക്കുന്നു, ആ പരിപാടിക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഞാൻ മന്ത്രിസഭയിലില്ല, എൻ്റെ കക്ഷിയും ഇല്ല എന്നാണല്ലോ. പിന്നെ വെടിനിർത്തൽ വേണ്ടാന്ന് തീരുമാനിച്ചു. ആക്രമണം തന്നെ നടത്താമെന്ന് നെതന്യാഹു തീരുമാനിച്ചപ്പോഴാണ് ബെൻഗവീർ മന്ത്രിസഭയിലേക്ക് മടങ്ങി വരുന്നത്. അപ്പോൾ ഈ ഓൾറെഡി ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ട് നെതന്യാഹുവിനും മന്ത്രിസഭയിൽ. അപ്പോൾ ഉള്ള സഖ്യകക്ഷികളൊക്കെ കൂട്ടിച്ചേർത്ത് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാനും സംഘർഷം കൂട്ടി ഇതിൽ നിന്നും മുതലെടുക്കാനുമല്ലേ ഒരു രാഷ്ട്രീയ നേതാവ് ശ്രമിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഗാസ കൂട്ടിച്ചേർക്കുക, നഗരം കൂട്ടിച്ചേർക്കുക എന്നുള്ളതല്ലാതെ ഒരു മാർഗവും ഒന്നാമത് കഴിഞ്ഞ ദിവസം ഈ അടിയന്തര ഉന്നതതല മന്ത്രിസഭാ യോഗം ഉണ്ടായതാണ്. അതായത് കരസേനയെ ടാങ്കുകൾ ഇനി അയക്കുന്നതിനെ പറ്റിയിട്ടാണ് ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഗാസ വീഴാനായിട്ട് പിന്നെ
മണിക്കൂറുകളല്ലേ ഉള്ളൂ. അത്യന്താധുനിക ടാങ്കുകളൊക്കെ അയച്ചാലല്ലേ? അതെ. ഒന്നാമത് ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഈ ഇസ്രയേലും ഈ ഗാസ എന്ന് പറയുന്നൊന്നും വലിയ ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണത്. അതല്ലാതെ നമ്മുടെ തൃശ്ശൂർ വരെ പോലും പോകണ്ട, തൊട്ടടുത്ത് കാറിൽ ആണ് ഞാൻ അവിടെ നിന്ന് പോയിരിക്കുന്നത്. ടെലവീവിൽ നിന്നൊക്കെ കാറിലാണ് പോയിരിക്കുന്നത്. തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണിത്. വെറുതെ ഒരു തുരങ്കം കയറി ആക്രമിക്കുകയല്ലേ ചെയ്തത് 7-ാം തീയതി. അപ്പോൾ ഗാസ പിടിക്കുക എന്നുള്ളതൊക്കെ നിഷ്പ്രയാസം ചെയ്യാവുന്നേ ഉള്ളൂ. ആകെ അറബ് രാജ്യങ്ങളിൽ UAE ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ ഒരു പറച്ചിൽ മാത്രമായിട്ട് എടുത്താൽ മതി. കാരണം അവർ ഒഴിഞ്ഞു പോകുന്ന പലസ്തീൻ ഭീകരർക്ക് അഭയമൊന്നും കൊടുക്കാൻ പോകുന്നില്ലല്ലോ. UAE ഒരു അറബ് രാജ്യവും അഭയം കൊടുക്കാൻ പോകുന്നില്ല. വെറുതെ വേലിക്കലിരുന്ന പാമ്പിനെടുത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്ന് UAE വരുത്തി. UAE ആദ്യമായിട്ട് ഇസ്രയേലുമായിട്ട് നല്ല ബന്ധത്തിന് ശ്രമിച്ച് അല്ലേ, 4 കൊല്ലം മുമ്പല്ലേ അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. അത് നഷ്ടപ്പെടുത്താൻ ഇസ്രയേലുമായിട്ട് നല്ല ബന്ധത്തിന് പോകുന്നതാണ് നല്ലതെന്ന് UAEക്കും അറിയാം. ഇസ്രയേലിൻ്റെ സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്കയുമായിട്ടും നല്ല ബന്ധത്തിലല്ലേ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോകുന്നത്. ഇസ്രയേലാണെങ്കിൽ ഈ ഹമാസിൻ്റെ പിന്നെ അവശിഷ്ട ഹിസ്ബുല്ല ഇല്ലല്ലോ ഇപ്പോൾ, പിന്നെ ഉള്ളത് ഹൂത്തികളാണ്. ഹൂത്തികളുടെ പ്രധാനമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയൊക്കെ കൊന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങോട്ടും ഇസ്രയേൽ കയറി തുടങ്ങി. അതുകൊണ്ട് ഗാസ നഗരം ഇനി മണിക്കൂറുകൾ മാത്രമേ ഹമാസിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ പലസ്തീൻകാർ വസിക്കുന്ന അവസ്ഥയിലോ ഉണ്ടാവുള്ളൂ. ബട്ടണും അമർത്തുക.